Hello, children. Today we'll do the poems written by Robert Frost, that is Fire and Ice. ഇതും ഒരു കുട്ടി പോയം തന്നെയാണ്. Some say the world will end in fire, some say in ice. For what I have tasted of desire, I hold with those who favor fire. But if it had to perish twice, I think I know enough of hate to say that for destruction ice is also great and would suffice. ഓക്കെ, ഈ പോമിൽ പോയിട്ട് പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണ്? എന്തായാലും ദിസ് വേൾഡ് ഈസ് ഗോയിങ് ടു എൻഡ്. എല്ലാവർക്കും അത് ഉറപ്പായിട്ട് അറിയാം. സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദാറ്റ് ദ വേൾഡ് ഈസ് ഗോയിങ് ടു എൻഡ്. അപ്പോൾ പോയിട്ട് പറയാൻ ചില ആൾക്കാർ പറയും ദ വേൾഡ് ഈസ് ഗോയിങ് ടു എൻഡ് ബിക്കോസ് ഓഫ് ഫയർ, ചില ആൾക്കാർ പറയും ഇറ്റ് മൈറ്റ് എൻഡ് ബിക്കോസ് ഓഫ് ഐസ്. ഇപ്പോൾ പോയറ്റിൻ്റെ തോട്ട് പറയാൻ ഹീ അഗ്രീസ് വേൾഡ് ഫയറിൽ തീരാണെങ്കിൽ ആ ഫയർ തീർച്ചയായും ഡിസയറിൻ്റെ ഫയർ ആയിരിക്കും. ഇപ്പോൾ പോയറ്റ് വന്ന് ഫയറിനെ പറയാൻ ഡിസയറിൻ്റെ മാതിരി, ഡിസയർ, ഗ്രീഡ്, വാണ്ടിങ് ടു ഹാവ് മോർ മോർ മോർ, ദാറ്റ് ഈസ് സംതിങ് നെവർ എൻഡിങ്. ഇറ്റ് ഹാസ് നോ എൻഡ്. യു ഓൾവേസ് വാണ്ട് മോർ 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 ടു സച്ച് എൻ എക്സ്റ്റെൻറ്റ് ദാറ്റ് യു ആർ റെഡി ടു ഡിസ്ട്രോയ് എവറിത്തിങ് അല്ലേ. ഇപ്പോൾ യുവർ ഡിസയേഴ്സ് ആൻഡ് യുവർ ഗ്രീഡ്, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇനിയും വേണം ഇനിയും വേണം ഇനിയും വേണം, ആ ആർത്തി ഉണ്ടല്ലോ, ദാറ്റ് ക്യാൻ ലീഡ് ടു അവർ ഓൺ ഡിസ്ട്രക്ഷൻ. അപ്പോൾ പോയറ്റ് പറയാൻ ഫയർ ആണെങ്കിൽ ആ ഫയർ ഡിസയറിൻ്റെ ഫയർ ആയിരിക്കും, ആർത്തിൻ്റെ ഫയർ ആയിരിക്കും. പിന്നെ ഐസിനെ കൊണ്ടും ആവാം. അപ്പോൾ പോയിട്ട് പറയാൻ ഇഫ് ദ വേൾഡ് ഈസ് ഗോയിങ് ടു പെരിഷ് ട്വൈസ്, പെരിഷ് മീൻസ് ഇല്ലാതാവുക, ടു ചാൻസ് ഉണ്ടെങ്കിൽ സെക്കൻഡ് ചാൻസ് അത് തീർച്ചയായിട്ടും ഐസിനെ കൊണ്ടാവും. ഇപ്പോൾ ഈ ഐസിനെ പോയിട്ട് കമ്പയർ ചെയ്തത് എന്തിനെ കൊണ്ടാണ്? ഹി കമ്പയർസ് ഐസ് ടു ഹേറ്റ്രെഡ്. ഇപ്പോൾ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് അല്ലേ, ഹീസ് ആസ് കോൾഡ് ആസ് ഐസ്. അതിൻ്റെ അർത്ഥം അവൻ ഐസിൻ്റെ അത്ര തണുപ്പാണെന്നല്ല. ഹി ഹാസ് നോ ഫീലിങ്സ്, ഹീ ഈസ് നോട്ട് അറ്റ് ഓൾ സെൻസിറ്റീവ്. അതിനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് ആസ് കോൾഡ് ആസ് ഐസ്. അപ്പോൾ പോയറ്റ് പറയാൻ ഡിസയർ ആയിരിക്കും തീ മാതിരി കത്തിച്ച് എല്ലാവരെയും നശിപ്പിക്കുക, അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ആണെങ്കിൽ ഐസിനും അത് സാധിക്കും. ഐസിന് ഉദ്ദേശിച്ചത് ഹേറ്റ്രെഡ്, ദ പീപ്പിൾ ദാറ്റ് ഷെയർ ഹേറ്റ്രെഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് ഹൗ ദേ ഫീൽ ഇൻസെൻസിറ്റീവ് ഫോർ അതേഴ്സ് നീഡ്സ്. മറ്റേ ആൾക്കാരെ കഷ്ടങ്ങൾ നമ്മൾ അറിയുന്നില്ല, നമ്മൾക്ക് അസൂയയും ഹേറ്റ്രെഡാണ് കൂടുതലുള്ളത്. So that can also lead to the destruction of the world. So poet is saying even that will be sufficient. It will suffice means madhyavum, enough ആയിരിക്കും. Okay, അപ്പോൾ nice beautiful poem. Let us quickly see the summary. Fire and Ice is a short poem by Robert Frost. In this poem, the poet refers to two predictions of how the world will end. Some say it will end in fire, whereas others say it will end in ice. അല്ലേ, ചില ആൾക്കാർ പറയുന്നത് ഫയർ കൊണ്ടായിരിക്കും ഈ വേൾഡിൻ്റെ ലാസ്റ്റ്, ഇല്ലെങ്കിൽ ഐസിനെ കൊണ്ടായിരിക്കും. അക്കോർഡിംഗ് ടു ദ പോയറ്റ്, ഫയർ സ്റ്റാൻഡ്സ് ഫോർ ഡിസയർ ഓർ ഗ്രീഡ്. പോയറ്റ് പ്രതീക്ഷിക്കുന്നത് ഫയർ വന്ന് ഡിസയറിൻ്റെ മാതിരിയാണ്, ഗ്രീഡിൻ്റെ മാതിരിയാണ്. ദ മോർ യു ട്രൈ ടു സാറ്റിസ്ഫൈ ദം ദ മോർ ദേ ഗ്രോ. ഇത് ഒരിക്കലും അടങ്ങൂല, ആർത്തി ഒരിക്കലും അടങ്ങൂല. ഇറ്റ് വിൽ ഗോ ഓൺ ഗ്രോയിങ്. ദർ ഈസ് നോ എൻഡ് ടു ഇറ്റ്. ദേ സ്പ്രെഡ് റാപ്പിഡ്ലി ലൈക്ക് ഫയർ ആൻഡ് എൻഗൾഫ് യുവർ ഹോൾ ലൈഫ്. അപ്പോൾ that will be enough for destroying the world. On the other hand, ice, according to the poet, stands for hatred. Poet പറയാൻ ice stands for hatred, coldness and rigidity. അപ്പോൾ ഐസിനെ കൊണ്ട് പോയിട്ട് ഉദ്ദേശിക്കുന്ന ഹേറ്റ്രെഡും പിന്നെ റിജിഡിറ്റിയും മീൻസ് മറ്റാൾക്കാർക്ക് വേണ്ടി ഒന്നും നമ്മൾ താന്ന് കൊടുക്കുന്നില്ല, കുഞ്ഞു കൊടുക്കുന്നില്ല, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. ദാറ്റ് ഈസ് വാട്ട് ദ പോയറ്റ് ഈസ് റെഫറിങ് ടു ആസ് ഐസ്. One becomes insensitive and indifferent towards the feelings of others. The poet says that both fire and ice are growing with such a rapid speed that the world would soon perish either way, in ice or in fire. അപ്പോൾ എങ്ങനെ ആയാലും വേൾഡ് ഈസ് ഗോയിങ് ടു പെരിഷ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പോയമിലുള്ള ലിറ്റററി ഡിവൈസസ് ഒന്ന് നോക്കാം. ഓക്കെ, ഈ പോയമിൻ്റെ റൈമിംഗ് സ്കീം ഒന്ന് നോക്കാം. യു ഹാവ് ഫയർ, ഐസ്, ഡിസയർ, ഫയർ. അപ്പോൾ ഫയറിന് എ കൊടുക്കാം, ഐസിന് ബി, ഡിസയറും ഫയറും അഗെയിൻ എ. അതേമാതിരി ട്വൈസ്, ഹേറ്റ്, ഐസ്. ഐസ് ട്വൈസ് അഗെയിൻ ബി. ഹേറ്റിന് സി, ഗ്രേറ്റിന് സി, ഹേറ്റ് ഗ്രേറ്റ്, സി, സഫൈസ് അഗെയിൻ ബി. അപ്പോൾ ഇതിൻ്റെ റൈമിംഗ് സ്കീം എന്താ? എ ബി സി ബി. ഓക്കെ, ഇതിലൊരു വരുന്ന ഫസ്റ്റ് ഫിഗർ ഓഫ് സ്പീച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ അലിട്രേഷൻ ഇസ് എ റെപ്പിറ്റേഷൻ ഓഫ് എ കോൺസ്റ്റൻറ്റ് സൗണ്ട് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ടു ഓർ മോർ ക്ലോസ്ലി പ്ലേസ്ഡ് വേർഡ്സ്.
അല്ലേ? സെയിം സൗണ്ട് റിപ്പീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഫേവർ, ഫയർ, എഫിൻ്റെ സൗണ്ട് റിപ്പീറ്റ് ആവുന്നുണ്ട്. വേൾഡ്, വിൽ, ഡബ്ല്യുവിൻ്റെ സൗണ്ട് റിപ്പീറ്റ് ആവുന്നുണ്ട് ഒരേ സെൻറ്റൻസിൽ. സോ വി കോൾ ഇറ്റ് അലിട്രേഷൻ. Then you have anaphora. Anaphora means same word is repeated in two consecutive, അടുത്തടുത്ത ലൈനിൽ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ സം സേ ഫസ്റ്റ് ലൈനിലുണ്ട്, സെക്കൻഡ് ലൈനിലുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് anaphora. Then you have personification. Personification means ഒരു inanimate തിങ്ങിന്, ഒരു നോൺ ലിവിങ് തിങ്ങിന്, ഒരു വേർഡിന് ഒരു ഹ്യൂമൻ ക്വാളിറ്റി കൊടുക്കുക. ദാറ്റ് ഈസ് പെർസോണിഫിക്കേഷൻ. ഇപ്പോൾ ഇവിടെ ഫയറിനും ഐസിനും ഹ്യൂമൻ ക്വാളിറ്റി കൊടുക്കുകയാണ്. ദാറ്റ് ദേ ക്യാൻ തിങ്ക് ആൻഡ് ബ്രിങ് ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ വേൾഡ്. അപ്പോൾ ഫയറിനും ഐസിനും ഹ്യൂമൻ ക്വാളിറ്റി കൊടുത്തതുകൊണ്ട് ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻവോൾവ്ഡ് ഇസ് പെർസോണിഫിക്കേഷൻ. Then again here also enjambment is there. Enjambment എന്താണ്? ഓരോ സെൻറ്റൻസ് കണ്ടിന്യൂ ആയിട്ട് പോവാണ്, നടുക്കൊരു പങ്ക്ച്വേഷൻ ഒന്നും ഇല്ലാതെ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പോയമിൽ കണ്ടിന്യൂ ഒരു സ്റ്റോറി പറയുന്ന മാതിരി ഒന്ന് കഴിഞ്ഞ് കണ്ടിന്യൂ ആയിട്ട് പോവാണ്. സോ വി സേ ഇറ്റ് ഈസ് enjambment. So with this we come to the end of this lesson. Hope you enjoyed. Okay, bye.